പ്രിയമുള്ളവരെ, അവിഭക്ത ഇ.കെ. വിഭാഗം ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഒന്ന് ഷജറ, മറ്റൊന്ന് ഹജറ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വിഭാഗം. ഇങ്ങനെ രണ്ട് വിഭാഗം ഇവിടെ സമസ്ത എന്ന് പരസ്പരം പോരടിച്ചുകൊണ്ട് സ്റ്റേജിലും പേജിലുമെല്ലാം വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരവസ്ഥ ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചിന്തിച്ചാൽ ശരിക്കും മനസ്സിലാകാം. ഇ.കെ. ഗ്രൂപ്പ് എന്തിനു വേണ്ടി ലീഗ് ഉണ്ടാക്കി തീർത്തോ അതിൻ്റെ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് സ്വന്തം അസ്തിത്വത്തിന് വേണ്ടി അർഹതപ്പെടാത്ത അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഷജറ വിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇ.കെ. ഗ്രൂപ്പിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് അടിത്തറ പാകിയത് എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് പലപ്പോഴും പെട്ടെന്ന് മനസ്സിലാവില്ല. അവർ ആദർശം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതല്ലേ, ലീഗ് അതിന് അനുവദിക്കാതിരുന്നത് കൊണ്ടല്ലേ മറുവിഭാഗം ആ രീതിയിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. യഥാർത്ഥ ഇ.കെ. വിഭാഗത്തിൻ്റെ ധർമ്മം എന്താണെന്ന് 89 നോക്കിയിട്ട് മനസ്സിലാക്കണം. 89 ഇന്ന് ഷജറ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളും അതിനപ്പുറമുള്ള കാര്യങ്ങളുമൊക്കെ യാഥാർത്ഥ്യബോധത്തോടെയും അതിൻ്റെ ക്ലാരിറ്റി ഉൾക്കൊണ്ടുകൊണ്ടുമാണ് യഥാർത്ഥ സമസ്തക്കാർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ പറയുന്ന ഈ രീതിയല്ല. ഇവരിപ്പോൾ പറയുന്നത് എന്തോ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. അത് പറയാൻ കാരണം 89 ഇല്ലാത്ത ആ ഒരു ബോധം ഇപ്പോൾ എങ്ങനെ ഇവർക്ക് വന്നു, സ്വന്തം അനുഭവിച്ചപ്പോൾ വന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളെ കൊണ്ട് അടിമപ്പെട്ടുകൊണ്ടാണ് അവർ പുതിയതായി ലീഗിനെതിരെ, ലീഗിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് യഥാർത്ഥ കഥകൾ പരിശോധിക്കുന്ന ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അപ്പോൾ ആ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഷജറ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ടി വന്നത്, എങ്ങനെയാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായി തീർന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 89 ലീഗിൻ്റെ ഒത്താശയോടുകൂടെ ഇവർ കളിച്ച കളി, ഷജറ ഉൾപ്പെടെയുള്ള ഹജറ ഉൾപ്പെടെയുള്ള എല്ലാം കൂടി സംയുക്തമാണല്ലോ അന്ന് ഇ.കെ. ഗ്രൂപ്പ്. അവർ കളിച്ച കളി അതേപടി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ, കാരണം ഇതിൻ്റെ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ടല്ലോ ലീഗുമായി ഒരു പ്രത്യേകമായ ബന്ധമുണ്ട് എന്നുള്ളത്. അത് ഇവരുടെ സംഘടനയ്ക്ക് മാത്രമുള്ളതാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമസ്തയ്ക്ക് ലീഗിനായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം സമസ്ത ഉണ്ടാക്കി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കിയതാണ്. അത് 89 വരെയും ആ ബന്ധമില്ല. 89 ശേഷം ഇവരുണ്ടാക്കിയ സംഘടനയ്ക്ക് ലീഗുമായി വലിയ ബന്ധമുണ്ട്. പക്ഷെ അവിടെയും വലിയ ഒരു ചരിത്ര വ്യഭിചാരമാണ് ആ പറയുന്നവരൊക്കെ നടത്തുന്നത്. സമസ്തക്ക് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ലീഗുമായി സമസ്തക്ക് ഒരു ബന്ധമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും പ്രത്യേക ബന്ധമില്ല. സുന്നികളെയും സമസ്തയുടെ ആദർശങ്ങളെയും എതിർക്കുന്നവരുമായി സമസ്തയ്ക്ക് വിരോധമുണ്ട്. അത് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ സമസ്തയുടെ ആ തർക്കുൽ മുവാലാത്ത് ഉൾപ്പെടെയുള്ള ആശയങ്ങൾ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏക രാഷ്ട്രീയ പാർട്ടിയാണ്, ലീഗ് മാത്രമാണെന്ന് പറയും. അപ്പോൾ അർത്ഥതലത്തിൽ നോക്കുമ്പോൾ സമസ്തയുടെ എതിരായി നിൽക്കേണ്ട, സമസ്തയ്ക്ക് ബന്ധം കുറഞ്ഞ ഒരു പാർട്ടി ലീഗ് ആവേണ്ടതാണ്. കാരണം കോൺഗ്രസോ മാർക്സിസ്റ്റോ മറ്റോ ഒന്നും ആ ബന്ധത്തിനൊന്നും എതിർക്കാൻ വേണ്ടി സമസ്തൻ്റെ മേക്കെട്ട് കയറുന്നില്ല. അത് ലീഗ് മാത്രമേ മേക്കെട്ട് കയറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചരിത്രം പഠിച്ച യഥാർത്ഥം പറയുന്ന ആളുകൾ പറയേണ്ടത്, യഥാർത്ഥ സമസ്തക്കാരെന്താണ് അവിടെ പറയൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സമസ്തക്ക് കണക്കാണ്. അതേസമയം സമസ്തയുടെ ആശയം അംഗീകരിക്കുന്നതിന് വിമ്മിഷ്ടം കാണിക്കുന്ന ലീഗിനോട് കുറച്ച് അലോക്യമുണ്ട് എന്നാണ് യഥാർത്ഥ സമസ്തക്കാർ പറയേണ്ടത്. പക്ഷേ ഇവർ പറയുന്നത് ലീഗിനായിട്ട് ഞങ്ങൾക്ക് അഭേദ്യമായോ ഒക്കെ ബന്ധമുണ്ട് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു യഥാർത്ഥ സമസ്തയല്ല എന്ന് വ്യക്തമാണ്. സമസ്ത എന്ന് പറയുന്ന അവകാശവാദവുമായി നടക്കുന്ന ഇവർ ഭിന്നമായ ചേരിയിലേക്ക് നീങ്ങാനുള്ള കാരണം, ഈ കാലത്ത് ഇവരുണ്ടാക്കിയ സംഘടനയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിൻ്റെ പ്രസിഡന്റിനായിരുന്നു കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തോളം നൽകിയിരുന്നത്.
അത് ലീഗിന്റെ പ്രസിഡന്റായ ഹൈദരലി ശിഹാബ് തങ്ങൾ വന്നേടം മുതലാണ് സമസ്തക്കെതിരെ ഇവർ കെട്ടിപ്പടുത്ത EK ഗ്രൂപ്പിൽ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് നൽകി തുടങ്ങിയത്. യഥാർത്ഥ സമസ്തക്ക് പാണക്കാട് കുടുംബവുമായി കോയത്തങ്ങൾ ഉണ്ടായിരുന്ന 2 വർഷത്തിൽ താഴെയുള്ള കാലയളവിൽ മാത്രമേ സമസ്തയുമായി എന്തെങ്കിലും ഫിസിക്കലായ ബന്ധം തന്നെ ലീഗിൻ്റെ ഒരു നേതാവിനുണ്ടായിട്ടുള്ളൂ. പാണക്കാട് കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. അല്ലാത്ത കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. പക്ഷേ ഇവിടെ പറയുന്നതാണ് പണ്ട് മുതലേ വലിയ ബന്ധമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആ പറയൽ കൊണ്ടൊക്കെ തന്നെയും ഇവർ വിഭാവനം ചെയ്യുന്ന പേരിൻ്റെ കൂടെ സമസ്ത എന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ സമസ്തയുടെ ആശയത്തിൽ നിന്നും ആ പേര് വെക്കൽ കൊണ്ട് തന്നെ, ആ ബന്ധം സ്ഥാപിക്കൽ കൊണ്ട് തന്നെ, ചാർത്തൽ കൊണ്ട് തന്നെ അവർ വേറിട്ട് പോയിരിക്കുന്നു എന്ന് ഏതൊരു നിഷ്പക്ഷ മതിക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ വൈസ് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തെ, ലീഗിൻ്റെ പ്രസിഡൻറ്റിനെ വൈസ് പ്രസിഡൻ്റ് ആക്കുക എന്ന താവഴി അവർ സ്വാദിഖ് അലി തങ്ങൾ വന്നതോടുകൂടെ ബലി കഴിച്ചു, നിരാകരിച്ചു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മുമ്പുള്ള ആളുകളുടെ മാതിരിയുള്ള എല്ലാവിധ ഇവർ പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളല്ല ഇദ്ദേഹം. മതപരമായും രാഷ്ട്രീയപരമായും ഒരു അറിവില്ലെങ്കിലും മർക്കട മുഷ്ടിക്ക് യാതൊരു കുറവുമില്ലാത്ത ആളാണ് എന്ന് ഒപ്പം കിടന്ന് മനസ്സിലാക്കിയവരാണിവർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇവരുടെ ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആക്കാൻ പറ്റില്ല എന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ ആ തീരുമാനം ലീഗിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ലീഗിൻ്റെ വരുതിയിൽ ലീഗ് പിടിച്ചാൽ കിട്ടുന്ന അവരുടെ നിയന്ത്രണത്തിൽ ഒരു പട്ടത്തിൻ്റെ നൂല് പിടിച്ചതുപോലെ ലീഗ് പിടിച്ചതായ ആ പട്ടത്തിൻ്റെ ഞെട്ടിയുണ്ടല്ലോ, ആ ഞെട്ടി വെട്ടിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗമായി ഇവർ മാറാൻ പാടില്ല എന്ന് ലീഗിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ലീഗിൻ്റെ അടുത്തായിരുന്നതിൻ്റെ കടിഞ്ഞാൺ, അതിൻ്റെ കടിഞ്ഞാണമാണെങ്കിൽ ലീഗിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനമെങ്കിലും വേണം. അത് നൽകാത്തതിൻ്റെ പേരിൽ അവർ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങി. EK ഗ്രൂപ്പിന് ഓരോ നാട്ടിലുമുള്ള മദ്രസയും മഹല്ലുകളുമൊക്കെ ബന്ധിപ്പിച്ചു കൊടുക്കുന്നത് ലീഗ് കണ്ണിയായിട്ടാണ്. യഥാർത്ഥത്തിൽ ലീഗ് മാത്രമൊന്നുമല്ല, സമസ്ത എന്ന് പേര് പറഞ്ഞുകൊണ്ട് നാടുകളിൽ നടത്തപ്പെടുന്ന അവിഭക്ത സമസ്തയുടെ കീഴിലുണ്ടായിരുന്ന മദ്രസകൾ സ്വന്തം പേരിലേക്ക് തീരെഴുതി ഇസ്രായേൽ വന്ന് ഫലസ്തീനിൽ അധിനിവേശം നടത്തിയതുപോലെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ നടത്തുന്ന, എല്ലാ മുസ്ലിം രാഷ്ട്രീയക്കാരുടെയും മക്കൾ പഠിക്കുന്ന, അവരെല്ലാം കൂടെ പിരിവെടുത്ത് സ്ഥാപനമുണ്ടാക്കി പഠിക്കുന്ന മദ്രസയിൽ മുമ്പ് ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു ബോർഡ് വെച്ചു. അതിനുവേണ്ടി കുറേ പൈസകൾ അവർ ഈടാക്കി. അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നാടുകളിൽ നടത്തുന്ന മദ്രസ ഒരു ബോർഡുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ഇത് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല, ഞങ്ങളുടേത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവകാശവാദം സ്ഥാപിച്ച് 10,000-ൻ്റെ ഒക്കെ കണക്ക് ഇപ്പോഴും അന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലോസറ്റിലെ വെള്ളം പോലെ അന്നും 10,000 89-ലും ഇപ്പോഴും 10,000. ആ പറയപ്പെടുന്ന 10,000 മദ്രസകൾ തന്നെ എല്ലാവരും കൂടി കൂട്ടവകാശമാണ്. അതിനെ സ്വന്തം അവകാശമായി സ്വകാര്യവൽക്കരിച്ചിട്ടാണ് ഇവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകാധിപത്യപരമായിട്ട്. ഒരു പിതാവിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്ത് എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. പിതാവുണ്ടാക്കിയ ഒരു സ്ഥാപനം, ആ സ്ഥാപനം പിതാവ് മരണപ്പെട്ടപ്പോൾ മക്കൾക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവിടെ മൂത്ത മകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, ഒരു കുത്തിക്കണിയുള്ള ഒരാൾ വന്നുകൊണ്ട് ഇത് എൻ്റേത് മാത്രമാണ് എന്ന് അവകാശവാദം സ്ഥാപിക്കുന്നത് പോലെയാണ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന മദ്രസ ഈ വിഭാഗം ആധിപത്യം നേടിയത്. ഒരു ഹക്കും ബാത്തിലും അനധികൃതമായി അന്യൻ്റെ സ്വത്ത് കീഴടക്കുക, അത് അവകാശപ്പെടുത്തുക, അതിൻ്റെ അവകാശം പറയുക എന്ന് പറയുന്ന ശറയിൽ മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് ഈ വിഭാഗം ചെയ്തിട്ടുള്ളത് എന്ന് അവരെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടുന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിലും അവിടെ നിന്ന് ചിന്ത വരും എന്നാണ് അവർ ഉണർത്താനുള്ളത്. അങ്ങനെ ഈ നാടുകളിൽ ലീഗിൻ്റെ ആധിപത്യത്തിലാണ് പല മദ്രസ കമ്മിറ്റികളും ഉള്ളത്. അതെന്തുകൊണ്ടാണ്? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മുസ്ലിങ്ങളെ ഒന്നും അവർ അങ്ങാക്കൂല, അവരൊക്കെ എന്താണ്, അവരോട് യോജിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് ഏകാധിപത്യപരമായി കൊണ്ട് ലീഗ് പിടിച്ചടക്കുകയാണ്. മതത്തിൻ്റെ കാര്യങ്ങൾ ലീഗ് പിടിച്ചടക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ ഇടപെടേണ്ടത്. കാരണം രാഷ്ട്രീയ പാർട്ടിക്ക് മതത്തിൽ ഇടപെടാൻ അധികാരമില്ല. ഓരോ നാട്ടിലുള്ള ലീഗ് കമ്മിറ്റി, മദ്രസ കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും ആകുന്നതിനെതിരെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരും അത് പരാതി കൊടുക്കാത്തതുകൊണ്ടാണോ അറിയില്ല.
അപ്പോൾ അങ്ങനെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മദ്രസകളിലെ ഭൂരിഭാഗം കുട്ടികൾ ചിലയിടത്തൊക്കെ ചിലപ്പോൾ ലീഗുകാരെ കുട്ടികളും മക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലാണ് ഈ സംഘടന എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അവരുണ്ടാക്കിയതാണല്ലോ അവർക്ക് വേണ്ടി, അവർക്ക് പോഷണം നൽകാൻ വേണ്ടി. പക്ഷെ അത് വിട്ടുപോകുന്നു എന്നവർക്ക് ചിന്ത വന്നു. അപ്പോൾ അവർക്ക് സ്വന്തം അസ്തിത്വം വീണ്ടെടുക്കണം മഹല്ലുകളിൽ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട EK വിഭാഗം പറയുന്ന സമസ്ത എന്ന ആ വിഭാഗത്തിൻ്റെ അവകാശം ഞങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായൊരു അസ്തിത്വം ഉണ്ടാക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് കാളിമാരില്ലാത്തടത്തൊക്കെ അമ്മി കൊത്താനുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് പോലെ കാളിയാക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ശൈലിയിലേക്ക് ഈ ഫൗണ്ടേഷനെ മാറ്റിയത്. യഥാർത്ഥത്തിൽ ഷജറ വിഭാഗം ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മതിയായിരുന്നു. ഈ സാദിഖ് അലി തങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കിയാൽ ആ വിഷയം പരിഹരിക്കുമായിരുന്നു. അവർക്കൊരു തടസ്സവും അതിന് മുമ്പിലില്ല. അപ്പം ചില സുഹൃത്തുക്കളോടൊക്കെ ഞാനത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സാദിഖ് അലി തങ്ങൾക്ക് വിവരമില്ല മതപരമായിട്ട്, എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റെങ്കിലും വേണം മുഷാവറയിൽ അംഗമാകാൻ എന്ന്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിൽ അംഗമാകാൻ കേവലം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ പോരാ. മുഷാവറയിൽ ഒരു അംഗമാകണമെങ്കിൽ ജമ്മുൽ ജവാമി, ബുഖാരി, മുസ്ലിം, തുഹ്ഫത്തുൽ മുഹ്താജൊക്കെ ദർസെടുത്താൻ കഴിയണം. ആ പറയപ്പെട്ട യോഗ്യത കഴിഞ്ഞു പോയ പാണക്കാട് തങ്ങന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നില്ല. പക്ഷെ ഇവർ ഈ സമസ്ത എന്ന് പേര് പറഞ്ഞുകൊണ്ട് ആ ഭരണഘടനയിലുള്ള നിയമങ്ങൾ സ്വാദിഖ് അലിക്ക് നേരെ ഇങ്ങനെ കാണിക്കുകയാണ്. കിതാബ് നോതി പഠിക്കാത്ത സ്വാദിഖ് അലി കിതാബ് അറിയാത്ത ആളാണ് എന്നതുകൊണ്ട് അയാളെ സമസ്തയിലാക്കാൻ പറ്റൂല എന്ന്. അതവർ പറയാൻ പാടില്ല. കാരണം അത് യഥാർത്ഥ സമസ്തയുടെ ഭരണഘടന പറയുന്ന നിയമമാണ്. യഥാർത്ഥ സമസ്ത അതിൻ്റെ അവകാശികൾ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ ലീഗിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയിലാണ് അവർ നിൽക്കുന്നത്. ലീഗ് പറഞ്ഞതുപോലെ കേൾക്കലാണ് അവരുടെ ധർമ്മം, അവരുടെ പോഷക സംഘടനയാണ്. അത് പിരിച്ചിടാനുള്ള അധികാരവും അവർക്കാണ്, നിലനിർത്താനുള്ള അധികാരവും അവർക്കാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനക്ക് ഇൽമില്ല, പാണ്ഡിത്യമില്ല എന്നതിൻ്റെ പേരിൽ അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആക്കാതിരിക്കേണ്ടതില്ല, ആക്കുന്നതിന് തടസ്സമേ ഇല്ല. ആ സംഘടനയിൽ അങ്ങനത്തെ ഒരു നിയമമില്ലല്ലോ. സമസ്തയുടെ നിയമം ഇങ്ങനെയാണ്, തൊഫയും ബുഖാരി മുസ്ലിമൊക്കെ ദർശെടുത്താൻ കഴിയണം മെമ്പറാകണമെങ്കിൽ എന്ന്. ആ മെമ്പർക്ക് വൈസ് പ്രസിഡന്റ് ആകാം. പക്ഷെ ആ നിയമം യഥാർത്ഥ സമസ്തക്കാണുള്ളത്. ആ സമസ്ത അവരുടെ കയ്യിലില്ല. ഉണ്ട് എന്നവർ വാദിക്കാൻ അവരിതുവരെ വന്നിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സമസ്തയെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കാൻ അവർ പോകണമല്ലോ. ഒരു പേരിൽ രണ്ട് കൂട്ടരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളാണ് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമല്ലോ. പേപ്പറും ഇതൊക്കെ അവരുടെ കയ്യിലാണെന്നാണല്ലോ പറയേണ്ടത്. അപ്പോൾ അവർക്ക് ഏതായാലും ആ ഷറഹ എഴുതിയ മിൻഡ്സൊക്കെ ഒന്ന് കോടതിയിൽ കൊടുത്തിട്ട് ഞങ്ങളാണ് ഒറിജിനൽ എന്ന് തെളിയിക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള ത്രാണിത്ത് അവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് അതങ്ങനെ പോകുന്നു, രണ്ട് പേരും നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വാദിഖ് അലി തങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കിയാലും അവർക്ക് ആരും ചോദ്യം ചെയ്യാനില്ല. അത്തരത്തിലുള്ള വിവരമില്ലാത്തവരെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റൊന്നും ആക്കരുത് എന്നുള്ളത് യഥാർത്ഥ സമസ്തയുടെ നിയമമാണ്. ആ നിയമം യഥാർത്ഥ സമസ്തക്കാർ പാലിക്കുന്നുണ്ട്. യഥാർത്ഥ സമസ്തയുടെ ആ ബൈലോ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളും നീങ്ങണമെന്ന് വാശിയുണ്ടായത് കൊണ്ട് കാര്യമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനം സജ്ജീകരിക്കണം. അതില്ലാതെ കേവലം അതര വ്യായാമത്തിന് വേണ്ടി ഒരു സംഘടനയുണ്ടാക്കി ഷജറകൾ കടുംപിടുത്തം പൊടിച്ചതുകൊണ്ട് ഫൗണ്ടേഷന് തന്നെ സ്വന്തം ഒരു അസ്തിത്വം വേണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാട് മുഴുവനും ഖാദി ഫൗണ്ടേഷനിലൂടെ കീയതുക്കി ഇവരെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ പദ്ധതിയാണ്. അവരുണ്ടാക്കിയ അതും നാട്ടിൽ കോലാഹലവും ഫിത്ന ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഷജറകളുടെ കടുംപിടുത്തവും മറ്റൊരു ഫിത്നയാണ്. അപ്പം രണ്ടും നോക്കുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള കാരണക്കാർ ഷജറയാണ്. ഷജറ വിട്ടുവീഴ്ച ചെയ്തിട്ട് സാദിഖ് അലി തങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കിയാൽ മതിയായിരുന്നു. അതിന് നിയമപരമായി അവരുടെ സംഘടനയ്ക്ക് യാതൊരു തടസ്സവുമില്ല. ഈ അവകാശത്തിന് മേൽ ചാരിക്കൊണ്ട് അദ്ദേഹം അയോഗ്യനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടന ആ രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കണമെന്ന കടുങ്കൈയാണ് ഷജറ ചെയ്തിട്ടുള്ളത്. അവരുടെ ധർമ്മം മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് കൊഞ്ചൻ തുള്ളിയാൽ മുട്ടോളം പിന്നെ ചട്ടിയിൽ എന്ന് പറഞ്ഞതുപോലെ ലീഗ് പറയുന്നിടത്ത് നിൽക്കുക, കേൾക്കുക, ഒപ്പിടുക എന്നതിന് വേണ്ടി രൂപീകരിച്ചവർ അത് മറന്നുകൊണ്ട് അപ്പുറം ചിന്തിച്ച് സ്വന്തം അസ്തിത്വമുണ്ട്, ഞങ്ങളുടേതാണ് ഇതെല്ലാം, ഞങ്ങളാണ് ഈ സംഘടന എന്ന് പറഞ്ഞ അമിതമായ ആവേശത്തിലേക്കും അമിതമായ അവകാശവാദത്തിലേക്കും പോയതാണ് ഇവിടുത്തെ പ്രശ്നം എന്നത് എല്ലാവരും തിരിച്ചറിയണം എന്നുണർത്തുന്നു.